എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈന്തപ്പഴവും നാരങ്ങ വെച്ചിട്ടൊരു അച്ചാറാണ് കേട്ടോ ഇടുന്നത്. എല്ലാവർക്കും ഇഷ്ടമല്ലേ? വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. അപ്പം ഈ നാരങ്ങയിലേക്ക് ഞാനത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തേക്കണേ. ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ച് അതിന് വേണ്ടിയിട്ടുണ്ടാക്കി. അതിനകത്തേക്ക് ഞാൻ ഏകദേശം ഒരു 3 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഒരു 250 ഗ്രാമിൽ താഴെ നാരങ്ങയുള്ളൂ. ഒരു 20 ഈന്തപ്പഴമുണ്ട്, അത് കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 സ്പൂണ് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. വിനീഗർ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ്. അപ്പോൾ അത് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഏകദേശം ഒരു അരമണിക്കൂർ. ആ സമയത്ത് ഞാൻ പാൻ ചൂടായി, പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4-5 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. നല്ലെണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നല്ലെണ്ണ കൂടുതലായിട്ട് ചേർക്കാം. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുത്തു. ഇഞ്ചി എനിക്ക് കടിക്കാൻ കിട്ടണം അച്ചാറിനകത്ത്, അത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. വെളുത്തുള്ളിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസാക്കി ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടതിന് ശേഷം ഞാൻ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ഐറ്റംസാണ് നമ്മൾ മെയിനായിട്ട് ഈ അച്ചാറിനകത്ത് ചേർത്ത് പോകുന്നത്. നിങ്ങൾ എടുക്കുന്ന നാരങ്ങയുടെയും നിങ്ങൾ എടുക്കുന്ന ഈന്തപ്പഴത്തിൻ്റെയും അളവനുസരിച്ച് ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതിലെല്ലാം നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ വരുത്താം കേട്ടോ. അത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. ഞാനിപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെറിയ ചെറുതായിട്ട് പീസായിട്ട് ചോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമ്മൾ പച്ചമുളക് മാറാനായിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് റോസ്റ്റായിട്ട് ഏകദേശം വരണം. അങ്ങനെ വന്നതിന് ശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 2 വലിയ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. 1 വലിയ സ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പം നിങ്ങൾക്ക് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് മുളക് പൊടിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്താം. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. എൻ്റെ മുളക് പൊടി ഞാൻ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്, കുറച്ച് എരിവ് കൂടുതലാണ്, അതാണ് ഞാൻ വളരെ കുറച്ചായിട്ട് ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ ഈന്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നാരങ്ങ തൊണ്ട് കട്ടി കൂടുതലോ വേവ് കൂടുതലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നാരങ്ങ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നാരങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈന്തപ്പഴം ചേർത്താൽ മതി. ഇവിടെ ഈ പ്രാവശ്യം ഈന്തപ്പഴം ആദ്യമേ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ജസ്റ്റ് കടിക്കാൻ കിട്ടണം ആ ഒരു പരുവത്തിനായിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. സാധാരണഗതിയിൽ നമുക്ക് നാരങ്ങ ഇട്ട് വെന്തതിന് ശേഷം നമുക്ക് ഈന്തപ്പഴം എടുക്കണം. ഈന്തപ്പഴത്തിന് അധികം വേവില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എടുത്ത് മൂടി തുറന്ന് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം തീ ഒരു മീഡിയം ഇതിലാണ് വെച്ചത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് അച്ചാറിന് കുറച്ച് ഗ്രേവി വേണം തോന്നുവാണെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളം, അതായത് ചൂടുവെള്ളം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് ചൂടുവെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചിട്ട് ഓരോരുത്തരുടെ ഗ്രേവി അനുസരിച്ച്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒഴിക്കുമ്പോൾ നല്ലെണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതലായി ചേർക്കുക, വെളിച്ചെണ്ണയാണെങ്കിൽ അതനുസരിച്ച്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് എണ്ണ ഞാൻ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ കിടന്ന് വെന്തോളൂ. നിങ്ങൾക്ക് അഥവാ ഗ്രേവി വേണം തോന്നുവാണ്, എണ്ണ ഒഴിച്ചിട്ടൊന്നും ആയിട്ടില്ലെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഈ ഒരു സമയത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ വേറെ എണ്ണയോ കൂടുതലായിട്ട് വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ചാണ്. നമ്മൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ കേടുകൂടാതിരിക്കണമെങ്കിൽ നന്നായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലെണ്ണയാണ് ബെസ്റ്റ്. ഞാൻ നല്ലെണ്ണയ്ക്ക് പകരം ഇവിടെ വെളിച്ചെണ്ണ ചേർത്ത് എന്നേ ഉള്ളൂ. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, കാരണം അതവിടെയാണ് ഒന്നാവണം. അപ്പോൾ ഈ ഒരു സമയത്ത് അച്ചാർ നന്നായിട്ട് സോഫ്റ്റായി വരും, അതായത് നാരങ്ങ ഒന്ന് വാടി എല്ലാം വരും കേട്ടോ. ഇത് നമുക്ക് ഉടനെ കഴിക്കാൻ പറ്റത്തില്ല. ഈ അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മുതൽ 7 ദിവസം വരെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഈ ഒരു സമയത്ത് ഞാൻ അച്ചാറൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് 1 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണേ.
നിങ്ങൾക്ക് ഈ നാരങ്ങ ഈന്തപ്പഴം അച്ചാറിന് ഒരു ചെറിയ മധുരം ഇഷ്ടമാണല്ലോ. അപ്പം നിങ്ങൾക്ക് മധുരം കൂടുതലായി വേണമെങ്കിൽ ഒരു 3-4 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത്രയും പഞ്ചസാരയും നമ്മൾ ആദ്യം തന്നെ അത്രയും ഉപ്പ് ഇടുന്നത് ഒരിക്കലും കൂടുതലാവില്ല. നാരങ്ങയിലും ഈന്തപ്പഴത്തിനും എടുത്ത് നാരങ്ങയുടെ പുളിയിൽ കൊണ്ട് അത് ബാലൻസ് ആയിക്കോളും. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് ബാലൻസ് ആക്കി ഇട്ടാൻ വേണ്ടി പുളിയും എല്ലാം കൂടെ ഇതാവാൻ വേണ്ടി എരിവും എല്ലാം ആവാൻ വേണ്ടി 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് വന്നുള്ളൂ. പഞ്ചസാരയുടെ അളവും നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എല്ലാം ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതാണ്. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം 5 മുതൽ 7 ദിവസം വരെ നല്ല എയർ ടൈറ്റായിട്ടൊരു പാത്രത്തിനകത്തേക്ക് നിങ്ങൾക്കിത് മാറ്റാവുന്നതാണ്. തണുത്തതിന് ശേഷം മാത്രം. അതിനുശേഷം നിങ്ങൾക്ക് 5 ദിവസമോ 7 ദിവസമോ കഴിഞ്ഞിട്ട് തുറന്ന് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിലും ഈ ഒരു 5-7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ ഒരു സമയം കൊണ്ട് ഈ അച്ചാർ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. അതായത് നമ്മുടെ നാരങ്ങ നന്നായിട്ട് വെന്ത് അലിഞ്ഞിട്ടുണ്ടാവും. ഈന്തപ്പഴം ഇതായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. ആ പുളിയുടെ കൂടെ നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും എരിവുണ്ടല്ലോ, അതും കൂടെ കൂടി ചേരുമ്പം ഒരു എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള നല്ലൊരു അച്ചാറാവും കേട്ടോ. അപ്പം തന്നെ നല്ലൊരു അരോമയുണ്ടേ. ഈ ഒരു സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കുറച്ച് കയ്പ്പായിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കുക. പുളിയും വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങയുടെ ഈ ഒരു സമയത്ത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ്. ഇതിന് ശേഷം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈന്തപ്പഴം നാരങ്ങ അച്ചാർ മിക്കവർക്കും തന്നെ അറിയായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ കൂടുതൽ സജഷൻസ്, നിങ്ങളുടെ കൂടുതൽ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂടുതൽ വിഭവങ്ങൾ ഏതാണെന്ന് അറിയിക്കുകയാണെങ്കിൽ, റെസിപ്പീസ് തരുവാണെങ്കിൽ നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ്, കൂടുതൽ റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും, കൂടുതൽ പുതുമ നിറഞ്ഞ വിഭവങ്ങളുമായിട്ട്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോയ്ക്ക് കാത്തിരിക്കുക. കൂടുതൽ നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ടതൊരു വഴികാട്ടിയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അത് കുറച്ചുകൂടെ ഊർജ്ജം പകരുന്നതായിരിക്കും. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ കാണുക. സ്റ്റേ ട്യൂൺ.